ഡിജിറ്റൽ സർവകലാശാല അഴിമതിയിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. ഡിജിറ്റൽ സർവകലാശാലയിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും സാമ്പത്തിക തട്ടിപ്പും അഴിമതിയും അന്വേഷിക്കണം. അതിനായി പ്രത്യേക വിജിലൻസ് സംഘത്തെ അടിയന്തരമായി ചുമതലപ്പെടുത്തണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. മുഖ്യമന്ത്രി അഭിമാനത്തോടെ പറഞ്ഞിരുന്ന ഗ്രാഫീൻ പദ്ധതിയിൽ പങ്കാളിയാക്കിയ ഇന്ത്യ ഗ്രാഫീൻ എഞ്ചിനീയറിംഗ് ആൻഡ് ഇന്നൊവേഷൻ സെന്റർ എന്ന സ്വകാര്യ കമ്പനി ഈ പദ്ധതി സംബന്ധിച്ച ഉത്തരവ് ഇറങ്ങിയതിനു ശേഷമാണ് പ്രവർത്തനം ആരംഭിച്ചത്. എന്നിട്ടും ഔദ്യോഗിക നടപടികൾ പൂർത്തിയാക്കും മുമ്പ് ഈ തട്ടിപ്പ് സ്ഥാപനത്തിന് മുൻകൂർ പണം കൈമാറി. ഇത്രയും വലിയൊരു പദ്ധതിയിലും അഴിമതി നടത്തിയെന്നത് സംസ്ഥാനത്തിന് നാണക്കേടാണെന്നും പ്രതിപക്ഷ നേതാവ് കത്തിൽ ചൂണ്ടിക്കാട്ടി. മറ്റു സർവകലാശാലകളിൽ നിന്നും വ്യത്യസ്തമായി മുഖ്യമന്ത്രി തന്നെയാണ് IT വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഡിജിറ്റൽ സർവകലാശാലയുടെ പ്രോ ചാൻസലർ. വിവിധ പ്രൊജക്ടുകളിലൂടെ സർവകലാശാലയുടെ പ്രവർത്തനത്തിന് ആവശ്യമായ തുക കണ്ടെത്തണമെന്ന വ്യവസ്ഥയാണ് അഴിമതിക്കാർ ദുരുപയോഗം ചെയ്യുന്നത്. സർവകലാശാല രൂപീകരിച്ചതു മുതൽ ഓഡിറ്റ് നടത്താത്തതാണ് അഴിമതിക്ക് കാരണമെന്നതിൽ സംശയമില്ല. സർവകലാശാലയ്ക്ക് കിട്ടേണ്ട പല പ്രൊജക്ടുകളും അധ്യാപകർ ഉണ്ടാക്കിയ കടലാസ് കമ്പനികളുടെ പേരിൽ സർവകലാശാലയുടെ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്താണ് നടപ്പാക്കുന്നത്. പ്രൊജക്ടുകൾ തട്ടിയെടുക്കുന്നതിന് വേണ്ടി ചില അധ്യാപകർ 5-ലധികം കമ്പനികൾ രൂപീകരിച്ചിട്ടുണ്ടെന്ന റിപ്പോർട്ടുകളും അതീവ ഗൗരവമായതാണ്. സർവകലാശാല ശമ്പളം നൽകുന്ന ജീവനക്കാരെയാണ് ഇത്തരം കമ്പനികളുടെ പ്രവർത്തനത്തിന് ഈ അധ്യാപകർ ഉപയോഗിക്കുന്നത്. കേന്ദ്ര ഇലക്ട്രോണിക്സ് മന്ത്രാലയം നൽകുന്ന 94.85 കോടിക്ക് പുറമെ സംസ്ഥാന സർക്കാരിനും ഗ്രാഫീൻ പദ്ധതിയിൽ മുതൽമുടക്കുണ്ട്. ഇത്രയും വലിയൊരു പദ്ധതിയിലും അഴിമതി നടത്തിയെന്നത് സംസ്ഥാനത്തിന് നാണക്കേടാണ്. ഡിജിറ്റൽ സയൻസ് പാർക്കിനായി സർവകലാശാല പാട്ടത്തിനെടുത്ത് കോടികൾ മുടക്കി നിർമ്മിച്ച കെട്ടിടം സ്വകാര്യ കമ്പനികളിലെ ജീവനക്കാർക്ക് താമസിക്കാൻ നൽകിയതിന് പിന്നിലും ചിലരുടെ സാമ്പത്തിക താൽപ്പര്യങ്ങളുണ്ട്. മുഖ്യമന്ത്രിക്ക് കീഴിലുള്ള സർവകലാശാലയിലാണ് അഴിമതിയും വഴിവിട്ട നീക്കങ്ങളും നടക്കുന്നത്. ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക വിജിലൻസ് സംഘത്തെ നിയോഗിച്ച് കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവ് കത്തിലൂടെ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടത്. ഡിജിറ്റൽ സർവകലാശാലയിൽ നടക്കുന്ന സാമ്പത്തിക തട്ടിപ്പുകളെ കുറിച്ച് പോലീസ് അന്വേഷണത്തിന് നിർദ്ദേശിച്ച് DGPക്കും ഓഡിറ്റ് കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറലിനും ചാൻസലർ കൂടിയായ ഗവർണർ നിർദ്ദേശിച്ചിരുന്നു. ഡിജിറ്റൽ സർവകലാശാലയിൽ ചുമതലയേറ്റ VC ഡോക്ടർ സിസ തോമസ് ക്രമക്കേടുകൾ സംബന്ധിച്ച് ഗവർണർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. IT വകുപ്പിന് കീഴിലുള്ള ഡിജിറ്റൽ സർവകലാശാലയുടെ പ്രോ ചാൻസലർ മുഖ്യമന്ത്രിയാണെന്നത് ഗൗരവമുള്ള വിഷയമാണ്. ഡിജിറ്റൽ സർവകലാശാലയിൽ ഓഡിറ്റ് നടക്കാറേയില്ല എന്നതും ഗൗരവം ഉണർത്തുന്നു. സാധാരണ രീതിയിലുള്ള സർക്കാർ ചട്ടങ്ങളും സാമ്പത്തിക അളവുകോലുകളും ഡിജിറ്റൽ സർവകലാശാലയിൽ പ്രായോഗികമല്ലെന്നായിരുന്നു തുടക്കത്തിലെ നയം. അതുകൊണ്ട് തന്നെ മറ്റ് സർവകലാശാലകളിൽ പോലെ ഡിജിറ്റൽ സർവകലാശാലയിൽ ഓഡിറ്റ് നടക്കാതിരിക്കുന്നത്. പ്രൊജക്ടുകളിലൂടെ സാമ്പത്തികം കണ്ടെത്തണമെന്നാണ് സർവകലാശാല നയം. ഈ വ്യവസ്ഥ വലിയ തോതിൽ ദുരുപയോഗം ചെയ്യപ്പെട്ടു. ഗ്രാഫീൻ പദ്ധതിയുടെ ക്രമക്കേടിനും ആയുധമാക്കിയത് ഈ വ്യവസ്ഥ തന്നെയാണ്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.